നാം പലപ്പോഴും കേൾക്കാറുണ്ട് ഖുർആൻ കൊണ്ട് ശിഫ തേടുക എന്ന്. എങ്ങനെയാണ് ഖുർആൻ കൊണ്ട് ശിഫ തേടേണ്ടത്? വിശുദ്ധ ഖുർആൻ ആത്മീയമായും ശാരീരികമായുമുള്ള രോഗങ്ങൾക്ക് ഒരു ശിഫ, അതായത് ശമനം ആണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ വ്യക്തമായി ഖുർആനിലൂടെ പറയുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടാണ് ഖുർആനിലൂടെ നാം അവതരിപ്പിക്കുന്നത് എന്ന്. ഖുർആൻ കൊണ്ട് ശിഫ തേടാൻ, അതായത് ശമനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമികമായി നിർദ്ദേശിക്കപ്പെട്ട ചില പ്രധാന വഴികളുണ്ട്. അതിലൊന്നാമത്തത് ഖുർആൻ പാരായണം ചെയ്യുക. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഫയാണ് സൂറത്തുൽ ഫാത്തിഹ. ഇതിന് സൂറത്തു ഷാഫി എന്ന്, അതായത് രോഗശമനം നൽകുന്ന അധ്യായം എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. രോഗമുള്ള ഭാഗത്ത് കൈവച്ചോ അല്ലാതെയോ പൂർണ്ണ വിശ്വാസത്തോടെ ഫാത്തിഹ ഓതുന്നത് ശമനത്തിന് കാരണമായി തീരുന്നതാണ്. രണ്ടാമത്തെ വഴിയാണ് മുഅവ്വദതൈനി, സൂറത്തു അൽ ഫലഖ്, സൂറത്തു അന്നാസ്. ഈ രണ്ട് സൂറത്തുകൾ കണ്ണേറ്, സിഹർ, അസൂയ, മറ്റ് മാനസികമായ പ്രയാസങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി ഈ രണ്ട് സൂറത്തുകൾ പതിവാക്കുക. രാവിലെയും വൈകുന്നേരവും കൂടാതെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ സൂറത്ത് ഓതി കൈകളിൽ ഊതി ശരീരം തടകുന്നത് പ്രവാചക ചര്യയാണ്. മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി നിത്യമായി പതിവാക്കുക. ഭയം മാറാനും സംരക്ഷണം ലഭിക്കാനും സൂറത്തുൽ ബഖറയിലെ 255 വചനമായ ആയത്തുൽ കുർസി ഓതുന്നത് വളരെ പ്രതിഫലമുള്ളതാണ്. അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാനും മലക്കുകളുടെ സംരക്ഷണം ലഭിക്കാനും ഭയം മാറാനും കാരണമായി തീരുന്നതാണ്. നാലാമത്തെ വഴിയാണ് റുഖിയ, അതായത് വെള്ളത്തിൽ ഊതി മന്ത്രിക്കുക. ഖുർആനിൻ്റെ വചനങ്ങൾ വെള്ളത്തിൽ ഊതിയ ശേഷം അത് കുടിക്കുകയും രോഗമുള്ള ഭാഗത്ത് തളിക്കുകയും ചെയ്യുക എന്ന് പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതും രോഗം മാറാൻ കാരണമായി തീരും. ഇനി നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഖുർആൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകണമെന്ന് ആഗ്രഹിക്കുന്നവർ അടിയുറച്ച വിശ്വാസമുണ്ടാകണം, യഖീൻ ഉണ്ടാകണം. ഖുർആൻ ഓതിയാൽ അള്ളാഹു ശിഫ നൽകുമെന്നുള്ള പൂർണ്ണമായ ദൃഢവിശ്വാസം ഉണ്ടാകണം. വെറും ഒരു പരീക്ഷണം എന്ന നിലയിലാകരുത് ഇത് ചെയ്യുന്നത്. രണ്ടാമത് തഖ്വയുണ്ടാകണം, ഭയഭക്തി ഉണ്ടാകണം. ഹലാല് ഹറാമ് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നത് ഈ പ്രാർത്ഥന വേഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ കാരണമായി തീരും. ഇനി ഖുർആൻ കൊണ്ട് ശിഫ തേടുന്നതിനോടൊപ്പം തന്നെ അസുഖങ്ങൾക്ക് ആവശ്യമായ വൈദ്യസഹായം, മരുന്ന് തേടണം. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗങ്ങളെല്ലാം പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.